അരുവിക്കര എംഎൽഎ കെ.എസ്. ശബരിനാഥൻ വിവാഹിതനാകുന്നു. തിരുവനന്തപുരം സബ് കളക്ടർ ദിവ്യ എസ്. അയ്യരാണ് വധു. ജൂണിലാണ് കല്യാണം. കട്ടപ്രായമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ദിവ്യയെ സബ് കളക്ടറായിട്ട് വന്നപ്പോൾ പരിചയപ്പെട്ടായിരുന്നു. പക്ഷെ അറിയാണ്ട് വായിൽ നിന്ന് വീണു. സോക്കോൾഡ് പ്രണയം മൂക്കുന്നത് മലപ്പുറം ഇലക്ഷന്റെ സമയത്താണ്. അപ്പം അച്ഛനമ്മയെ വിളിച്ചുകൊണ്ട് മഞ്ചേരിക്ക് അടുത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു ഇലക്ഷന്. അപ്പൊ ആ സമയത്താണ് ഈ പാർട്ടിക്കാരൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കാൻ പോകും. രാത്രി ഇലക്ഷൻ എനിക്ക് മലപ്പുറം മുതലുണ്ട് ഒത്തിരി സഹായിച്ചത്. അപ്പൊ പിന്നെ ആദ്യം ആരാണ് ഇഷ്ടം പറഞ്ഞത്? പക്ഷേ നമ്മൾ തമ്മിലുള്ള കാര്യമല്ല, എങ്ങനെയായാലും അത് കുഴപ്പമില്ല. രണ്ടുപേരും ഒരേ സമയം അതങ്ങ് വന്നെന്ന് വെച്ചാൽ മതി, കുഴപ്പമില്ല. സബ് കളക്ടർ ഗംഭീരമായി പാടും, എംഎൽഎയോ പാടില്ല, പാടുപെടുത്താനും കുഴപ്പമില്ല. പെണ്ണ് കാണലൊക്കെ എങ്ങനെ? പിന്നെ ഇവിടെ ആയതുകൊണ്ട് വേറെ വെളിയിൽ പോയി കാണാനോ അങ്ങനെയുള്ള ഒരു സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ. രണ്ടുപേരും ആൾക്കാരറിയാവുന്ന മുഖങ്ങളായതുകൊണ്ട് അങ്ങനെ. എ.കെ. ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളോട് നേരത്തെ തന്നെ ഇഷ്ടം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ദിവ്യ എസ്. അയ്യർ മീഡിയ വണ്ണുമായി മനസ്സ് തുറക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. മോർണിംഗ് ഷോയിൽ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ദിവ്യ എസ്. അയ്യറാണ്. വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് വലിയൊരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതം പങ്കുവെക്കാൻ ഒരാളെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ശബരിനാഥൻ. ഞങ്ങൾ കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഔദ്യോഗികമായ രീതിയിലുള്ള പരിചയമുണ്ട്. അതിന് മുന്നേ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് അറിയാമെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നേരിട്ട് വലിയ പിടിയില്ലായിരുന്നു ശരിക്കും. അപ്പം അങ്ങനെ സുഹൃത്തുക്കളായി. അതിനുശേഷം ഞങ്ങളുടെ തന്നെ രണ്ട് കുടുംബങ്ങളുടെയും അറിയാവുന്ന കുറച്ച് വ്യക്തികളായിരുന്നു. ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങളുടെ തോട്ട്സിൽ, ശരിക്കും ഞങ്ങളുടെ ചിന്തകളിലേക്ക് ആ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവരായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതാണോ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സബ് കളക്ടർ എന്നുള്ള നിലയിൽ നമ്മളൊരു എംഎൽഎ പരിചയപ്പെടുമ്പോൾ ഒരിക്കലും നമ്മളൊരു വിവാഹത്തിനെ കുറിച്ചൊരു വീക്ഷണത്തിലല്ലോ ആദ്യം കാണുന്നത്. എന്നാലും അതിലുപരി നല്ല സുഹൃത്തുക്കളായി. കുറച്ചു സമയം മുമ്പ് നമ്മൾ എംഎൽഎ കണ്ടപ്പോൾ ആദ്യം പ്രണയമൊന്നും അല്ല, കട്ടപ്രണയമൊന്നും അല്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടിൽ നിന്നു. കുറച്ചു പറഞ്ഞു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പാണ് ഞങ്ങള് പ്രണയത്തിന്റെ ഒരു അഗാധമായ ഇതിൽ. അല്ല, ആ സമയത്ത് ഈ പറയുന്ന കുറെ മെസ്സേജും ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രണയത്തിന് പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് ഒരുമിച്ച് പോയി ഒരു കാപ്പി കുടിക്കാൻ പോയി ഒരു കഫേഡയിൽ പോയില്ലോ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കാണുന്നു എന്നുള്ളത് ശരിക്കും ഈ പറയുന്ന പോലെ ഈ ആലോചന വന്നതിന് ശേഷം മാത്രമേ ഇൻഫോർമലായിട്ടും ഞങ്ങൾ കാണുക പോലും ചെയ്യുന്നുള്ളൂ. അല്ലാതെ എംഎൽഎക്ക് സംസാരിച്ചപ്പോ തോന്നിയ മറ്റൊരു കാര്യം, പെണ്ണ് കാണാൻ പറ്റിയില്ല ഔദ്യോഗികമായി, ഭയങ്കര സങ്കടമുണ്ടെന്ന് തോന്നി. അതെ, അദ്ദേഹത്തിന്റെ കുടുംബം വന്നായിരുന്നു വീട്ടിലേക്ക്. പക്ഷെ അന്ന് എംഎൽഎ ജോലി തിരക്കിലായിരുന്നു, അതുകൊണ്ട് പെണ്ണ് കാണാൻ വന്നില്ല. അപ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ട് എംഎൽഎയായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി വളരെ നന്നായി പാടും. എനിക്കാണെങ്കിൽ ഒട്ടും പാട്ടറിയില്ല. അതാരണം എന്നെ കൊണ്ട് ദിവസം പാടിപ്പിക്കും, അതാണ് പ്രശ്നം. രണ്ടിലായി നമ്മുടെ പ്രേക്ഷകർക്കും കൂടി. കുടജാത്രിയിൽ കുടച്ചോടുമ്മ കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു, എന്നെ പുണരുന്നു, രാഗസാന്ദ്രമാണീ പ്രണയം. ഒക്കെ എല്ലാവിധ വിവാഹ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു.